മറ്റൊരു പ്രേക്ഷകനുണ്ട്, ശ്രീ ആനന്ദാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ആനന്ദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ E20 പെട്രോൾ ആണിപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്നത്. അത് പൊടുന്നനെ ഒരു ദിവസം മുതൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അങ്ങനെ ഒരു വിൽപ്പന തുടങ്ങുകയായിരുന്നു. 20% സാറേ എഥനോൾ കലർത്തിയ പെട്രോൾ. ഇപ്പോൾ ശുദ്ധമായ സാറേ പെട്രോളിന് അത് വേണ്ടിയാണ് കൂട്ടായ്മ രൂപപ്പെടുന്നത്. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തില് ഒരു കൂട്ടായ്മ രൂപപ്പെട്ടാൽ ഞാൻ ആദ്യം തന്നെ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം മറ്റൊന്നുമല്ല സാറേ, ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന E10 പെട്രോളാണ്. അപ്പൊ ഇതില് കൂടുതലും പ്രശ്നം വാഹനങ്ങൾക്കാണ്. അത് ബാധിക്കുന്നത് സാധാരണ ജനങ്ങൾക്കാണ്. ഗവൺമെന്റ് പറയുന്നത് എത്തനോൾ കടന്ന പെട്രോൾ കൊണ്ടുവരും, ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവരുക അല്ല ചെയ്യേണ്ടത്. അതിന് പറ്റിയ എഞ്ചിൻ ആയിരിക്കണം എല്ലാ വണ്ടിക്കും. അങ്ങനെ ഫ്ലെക്സ് ഫ്യൂവൽ എന്നൊക്കെയുള്ള ആ രീതിയിലുള്ള എഞ്ചിനുകൾ വന്നതിന് ശേഷമേ ചെയ്യാവൂ. ഇതല്ലാതെ നമുക്ക് സാധാരണ സ്വിഗ്ഗി, സൊമാറ്റോ അതിലൊക്കെ പോകുന്ന ഡെലിവറി ബോയ്സ്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. സാധാരണക്കാര്, ഓട്ടോറിക്ഷ തൊഴിലാളികള്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് വാഹനം ഓടിക്കുന്നവർ. അപ്പൊ അവർക്ക് അവരുടെ എഞ്ചിന്റെ മെക്കാനിക് പാർട്സ് ഉള്ള ഒഴികെ മറ്റ് ട്യൂബുകൾ, അങ്ങനെയുള്ള പാർട്സുകൾ കംപ്ലൈന്റ് ആകും, വണ്ടി വർക്ക്ഷോപ്പിലാകും. അവർക്ക് ഒരുപാട് നഷ്ടം വരും. അതിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത്, പക്ഷെ ഇവര് പൊളിറ്റിക്സ് അല്ലാത്തതുകൊണ്ട് BJP അറിയാമല്ലോ. BJP എന്ന് പറഞ്ഞാൽ അവരൊരു കൂട്ടായ്മയായിരുന്നു, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ. ആ യൂത്ത് ഇറങ്ങിയപ്പം അവരുടെ ആവശ്യം നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അവരുടെ അഴിമതി പൂർണ്ണമായും മാറ്റി പുതിയൊരു നിയമം കൊണ്ടുവരിക. അതായത് ധർമ്മേന്ദ്ര രാജിയായിരുന്നു അവരാവശ്യപ്പെട്ടത്. പക്ഷേ അത് നേടിയതിനു ശേഷം അവര് പൂർണ്ണമായിട്ടും പിന്മാറി. അതിനുശേഷം ഇപ്പോ ഉള്ള ഈ BJP എന്ന് പറഞ്ഞ ഇവര് ആരാതിനെ നയിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇവർക്ക് ഒരു രാഷ്ട്രീയം അങ്ങനൊന്നും ഇല്ലെങ്കിൽ, അവരുടെ ഈ ആവശ്യം ഇത് മാത്രമാണെങ്കിൽ, അവരോടൊപ്പം വിദ്യാർത്ഥികളാണ് എങ്കിൽ അവരോടൊപ്പം ഉറപ്പായിട്ടും സാധാരണക്കാരുണ്ടാവും. ഇത് വലിയൊരു പ്രക്ഷോഭമായിരിക്കും. കഴിവതും ഗവൺമെന്റ് ഇത് പിൻവലിക്കുക. കാര്യം അവർക്ക് ഓപ്ഷൻ കൊടുക്കണം. ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പ്യുവർ പെട്രോളും കൊടുക്കണം. E20 ഉപയോഗിക്കേണ്ടവർക്ക് E20 ഉപയോഗിക്കാം, അല്ലാതെ പ്യുവർ പെട്രോൾ യൂസ് ചെയ്യുന്നവർക്ക് പ്യുവർ പെട്രോൾ യൂസ് ചെയ്യാം. ഇപ്പൊ തന്നെ ഇവരെയാണെങ്കിൽ ഭൂട്ടാനിൽ നോക്കി സെയിൽ ചെയ്യാനാ. പക്ഷെ ഭൂട്ടാനിൽ അവർ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് സാർ. ഇത് പബ്ലിക്കിലേക്ക് എത്തുന്നില്ല. അപ്പൊ ഈ നിയമം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് പ്രക്ഷോഭം നടത്തുക തന്നെ ചെയ്യും. കാരണം BJP നടത്തി വിജയിച്ചു എന്നത് ഒരു ഇൻസ്പിറേഷൻ ആയതുകൊണ്ട് മറ്റുള്ളവരെല്ലാം അതിനോടൊപ്പം തന്നെ ഇതുപോലെ കൂട്ടായ്മ രൂപീകരിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും ചെയ്യും എന്ന് 100% എനിക്ക് വിശ്വാസമുണ്ട് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അദ്ദേഹം അത്ര ഒരു പ്രക്ഷോഭത്തിൽ വിജയം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അത് ജനങ്ങളുടെ അവകാശമാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു നോക്കുന്നു. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിന് തീരുമാനത്തിന് ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമോ? മുട്ടുമടക്കട്ടെ, തീർച്ചയായിട്ടും. ആ പെട്രോളൊക്കെ നിർത്തലാക്കട്ടെ. പിന്നെ ഈ വന്ദേ ഭാരതൊക്കെ നിർത്തലാക്കണം. അതൊന്നും സുഖമുള്ള കേസല്ല. പിന്നെ ബ്രഹ്മോസ് മിസൈൽ നിർത്തലാക്കണം. അത് ഇതുമായിട്ട് എന്താണ് ശ്രീ പ്രദീപ് ബന്ധം? നരേന്ദ്രമോദിയെ കൊല്ലുന്ന പെണ്ണുങ്ങളാണ്. ആക്കോട്ട് പറയട്ടെ, പറഞ്ഞു കിടക്കട്ടെ. ശ്രീ പ്രദീപ്, അത് താങ്കളൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഈ വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിൻ വരുന്നതും ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ഉണ്ടാക്കുന്നതും E20 പെട്രോളുമായിട്ട് എന്താണ് ബന്ധം? ഇനി അതെല്ലാം പറയാൻ തുടങ്ങി. ഇനിയിപ്പം ബംഗ്ലാദേശിലേക്കുള്ള അതിർത്തി മുഴുവൻ തുറന്നു വെക്കണം എന്ന് പറയും. ഇതാരാണ് ഈ അവിടെ പ്രക്ഷോഭം നടത്തിയ കുട്ടികളെ കുറിച്ച് ഇത്തരം ആക്ഷേപമൊക്കെ പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ വാചകം എന്താണെന്ന് അറിയാമല്ലോ താങ്കൾക്ക്? കണ്ടോണ്ടിരിക്കണ സുഹൃത്തെ, ആ ഒരു പെണ്ണെ കയറി പിടിക്കാനൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ടോണ്ടിരിക്കുക. എന്ത് കണ്ടോണ്ടിരിക്കുകയാണെന്ന്? ആ കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്ന കണ്ടില്ലേ? കുട്ടികളെ തല്ലിച്ചതയ്ക്കണത് പ്രശ്നം ഉണ്ടാക്കി തല്ലിച്ചതയ്ക്കാൻ പറ്റുമോ? പ്രശ്നം ഉണ്ടാക്കിയാൽ തല്ലിച്ച ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് അവർ. കത്തിച്ചു കഴിഞ്ഞ പിന്നെ നിങ്ങൾ അവരുടെ പിന്നെന്തിനാണ് രാജിവെച്ചത്? രാജിവെച്ചത് പോലീസ് വാഹനൊക്കെ കത്തിച്ച് നാശമൊക്കെ ഒടിച്ചു കൊടുത്തിട്ടാണ്. പിന്നെ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചതാണ്, പിന്നെന്തിനാണ് കേന്ദ്രമന്ത്രി രാജിവെച്ചത്? രാജിവെച്ച പോട്ടെ, എന്തിനാണ് രാജിവെച്ചത്? എന്തിനാണ് രാജിവെച്ചോ? ആയിക്കോട്ടെ. ഇന്ത്യയിലെ കുട്ടികൾ ഇറങ്ങിയപ്പോൾ കുട്ടികൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നില്ലേ? അല്ല, BJP പറഞ്ഞേക്കണ മറ്റേ ന്യൂസ് 18 ചാനലൊക്കെ നിർത്തലാക്കണം എന്ന് പറഞ്ഞേക്കണേ. ചാനൽ നിർത്തലാക്കണമെന്നൊന്നും അവർ പറഞ്ഞില്ല. ഓരോ ആളുകൾ അങ്ങനെ പല പല കാര്യങ്ങൾ പറയാം. അതെല്ലാം നമ്മളതിന് മറുപടി പറയേണ്ട കാര്യമുണ്ടോ? ന്യൂസ് 18 നിർത്തലാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ന്യൂസ് 18 പിന്നെ ആരെ?
ന്യൂസ് 18 നിർത്തലാക്കണമെന്ന് അവരെന്തായാലും സമരക്കാരും ഏതായാലും ആവശ്യപ്പെട്ടു. അമ്പാനിയുടെയും അദാനിയുടെയും ചാനലൊക്കെ നിർത്തലാക്കണമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. ശരി, ആ നടന്നോട്ടെ. ശരി. ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കാണും. എല്ലാം നമുക്ക് യോജിക്കാവുന്ന മുദ്രാവാക്യങ്ങളാണെന്നില്ല. ഇന്ന് കരുതി അവരെ എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നത് ശരിയല്ല. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, പാർട്ടികളുടെ പ്രക്ഷോഭത്തിന് മുന്നിൽ ഒടുവിൽ മോദി സർക്കാരിന് ഒരു മന്ത്രിയെ രാജിവെപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ ശുദ്ധമായ പെട്രോളിന് വേണ്ടി മറ്റൊരു പ്രതിഷേധ കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നു. അതിൻ്റെ ഭാവി എന്താവും? സാർ നമസ്കാരം. നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത് ഇന്ത്യയിലെ ജനങ്ങളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രയാസപ്പെടുന്നുണ്ടെന്ന് കരുതിയിട്ട് ദാഷ്ട്യത്തിന് പോവാതെ അത് മനസ്സിലാക്കി മുമ്പേ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് രാജിവെച്ചത്. യാതൊരു സംശയവും ഇല്ല. അത് മുട്ടുമടക്കലാണെന്ന് പറഞ്ഞ് വളരെ എന്താണെന്ന് എനിക്കറിയില്ല, അതിന് ഏത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. രാജ്യത്തെ ജനങ്ങളാണ് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. ആ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് സ്വയം സമരം ചെയ്തിട്ടാണെങ്കിലും അത് അംഗീകരിച്ച് രാജിവെച്ച് കഴിഞ്ഞാൽ ആ സമരമാണ് അവസാനിച്ചു. ഇനിയിപ്പോ പറയാനുള്ള ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളുണ്ട്. ആ എല്ലാ അക്ഷരങ്ങളിലും ഒരു JP ചേർത്ത് ഇനി ഏത് ജനതി വന്നാലും ജനാധിപത്യ വിരുദ്ധമായ ഒരു സമരവും ഇന്ത്യയിൽ നടത്തി മുന്നോട്ട് പോകാമെന്നുള്ള ധാരണ ഇവർക്ക് വേണ്ട. കാരണം ഇവരിപ്പം ലോകത്ത് ഭൂമി കുലുക്കുണ്ടായി എന്നാണ് ഒരു കുലുക്കം കേന്ദ്ര സർക്കാരിന്. കുലുക്കം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ജനാധിപത്യ രീതിയിലെ തെരഞ്ഞെടുപ്പാണ്. അതിലും വലിയൊരു കുലുക്കം ജനാധിപത്യത്തിലില്ല. ആ കുലുക്കത്തിൽ 27 നടക്കാനുണ്ട് കുലുക്കം. ആ കുലുക്കത്തിൽ ഈ സർക്കാർ എങ്ങനെ നേരിടുന്നു, അതിലെങ്ങനെ വിജയിച്ചു വരുന്നു എന്ന് നമ്മൾ നോക്കിക്കാണണം. നരേന്ദ്രമോദി ഓട് പൊളിച്ചിട്ടൊന്നല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. പിന്നെ ഇവിടെ ഫാസിസ്റ്റ് ഭരണമാണ്, ഏകാധിപത്യം. അങ്ങനെ ആരെങ്കിലും നരേന്ദ്രമോദി ഓട് പൊളിച്ചിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായെന്ന് ഈ പ്രക്ഷോഭകാരികൾ ആരെങ്കിലും പറഞ്ഞു? നരേന്ദ്രമോദിയെ ഭൂരിപക്ഷം കിട്ടിയ സർക്കാരിന്റെ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതെങ്ങനെയാണ് ഏകാധിപതിയാവുക? പിന്നെ ഒരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ നേരിടുന്ന രീതി ശരിയല്ലെങ്കിൽ സമരക്കാർ പലതരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉന്നയിക്കില്ലേ? അത് സ്വാഭാവികമല്ലേ? അല്ല, സമരത്തിനെ നേരിടേണ്ട രീതിയിൽ നിങ്ങൾ ചാനലും ഈ അവിടെ പങ്കുപടിച്ച 50,000 1 ലക്ഷം 1.5 ലക്ഷം ആളല്ലല്ലോ. ഇന്ത്യയിൽ ഒരു പബ്ലിക് ഉണ്ടല്ലോ, 140 കോടി ജനങ്ങളുണ്ടല്ലോ. അവര് വിലയിരുത്തട്ടെ. ആ ഭൂമി കുലുക്കത്തിൽ 2023 എന്റെ അറിവ് ശരിയാണെങ്കിൽ 3 or 4 സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലൊരു കുലുക്കം ഉണ്ടായാൽ ചെറിയൊരു സെക്രട്ടറിയിൽ 3.2 രേഖപ്പെടുത്തി നമുക്ക് പറയാം. അല്ലാതെ ഇതൊന്നും കണ്ടിട്ട് വിറക്കുന്ന ഒരു സർക്കാരൊന്നുമല്ല രാജ്യം ഭരിക്കുന്നതെന്നുള്ള ഒരു ബോധം ഈ മലയാള മാപ്ര ചാനലുകൾക്കൊന്നും മനസ്സിലാകണം. ദേശീയ തലത്തില് ഇതിന് എത്ര പിൻബലം. പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ അവര് മുങ്ങിച്ചാവാൻ പോവാണ്. അവർക്ക് എന്ത് കച്ചിത്തെറുപ്പ് കിട്ടിയാൽ അവർ പിടിക്കൂ. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതല്ലല്ലോ, രാജ്യത്തെ ഒരു പാർട്ടിയല്ലേ. ഞാൻ മനസ്സിലാക്കിയ ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലുണ്ട് എന്നാ എന്റെ ധാരണ. അത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ആ കോൺഗ്രസ് ഇന്ന് ഈ ഗതികേട് വന്ന EJP, CJP, ഇനി FJP, കഴിഞ്ഞാൽ JJP എന്നൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ പിന്തുണയോടുകൂടി ഒരു സമരത്തിന് നേരിടേണ്ട ഗതികേടാണ് രാജ്യത്ത് സംജാതമായത്. നരേന്ദ്രമോദിയുടെ താഴെ ഇറക്കാനുള്ള ഒരു തന്ത്രമാണിത്. അതൊന്നും വിലപ്പോകുന്നു, രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ വിലപ്പോകുന്നു എനിക്ക് തോന്നുന്നില്ല. താങ്കൾക്കും താങ്കളുടെ ചാനലിനും തോന്നുന്നുണ്ടെങ്കിൽ, ഇടതുപക്ഷത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും മിഥ്യാധാരണയാണ്. മനസ്സിലായോ? ന്യായമായ സമരം ചെയ്യാൻ അനുവദിക്കും. അതിൽ അന്യായമുണ്ടായാൽ പ്രതികരിക്കും. വെടിവെക്കേണ്ടി വന്നാൽ വെടിവെക്കും. അത് യാതൊരു സംശയവും വേണ്ട. പൗരന്മാർക്ക് നേരെ വെടിവെക്കുമെന്ന് പറഞ്ഞ അങ്ങനെ വെടിവെച്ചിട്ടുള്ള ഭരണാധികാരികളുടെയൊക്കെ അവസ്ഥ അത് ഇന്ത്യയിലല്ല ലോകത്ത് എവിടെയായാലും ആ ഭരണാധികാരികളുടെയൊക്കെ അവസ്ഥ എവിടെയാണെന്ന് അറിയാം. പൗരന്മാരെ വെടിവെക്കാൻ വേണ്ടി ആരെയും തെരഞ്ഞെടുത്ത് തിരുത്തുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഇന്ത്യയിൽ അങ്ങനെ പൗരന്മാരെ നേരിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ചരിത്രത്തിൽ വന്ന അവസ്ഥ എന്താണെന്ന് താങ്കൾക്കും കൃത്യമായി അറിയാവുന്നതാണല്ലോ. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെച്ചല്ല ശ്രീ ബാലകൃഷ്ണൻ. പൗരന്മാർക്ക് നേരെ വെടിയുതിർത്ത് പൗരന്മാരെ വെടിവെച്ചങ്ങ് കൊന്നേക്കാം, അല്ലെങ്കിൽ പോലീസിനെയോ പട്ടാളത്തെ ഉപയോഗിച്ച് അവരെ അടിച്ചമർത്താമെന്ന് തീരുമാനിക്കുന്ന ഭരണാധികാരി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായാലും ആ ഭരണാധികാരികൾക്കെല്ലാം ചരിത്രം ഒരു കാവ്യനീതി കാത്തുവച്ചിട്ടുണ്ട്. ആ കാവ്യനീതിയിലേക്ക് തന്നെ അവർ എത്തിച്ചേരും. ചരിത്രത്തിന്റെ നീതിയാണ്. ജനഹിതം, തെരഞ്ഞെടുപ്പ്, ജനഹിതം. അല്ല, ഞാനതാ പറഞ്ഞത് താങ്കൾക്ക് ബോധ്യമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എനിക്ക് ബോധ്യമാണ് താങ്കൾക്ക് ബോധ്യമായില്ലെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താങ്കൾക്ക് ബോധ്യമായി കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ. അക്രമാസക്തമായ സമരം നയിച്ചാൽ വെടിവെക്കൂ. അങ്ങനെ ഒന്നും വെടിവെക്കാൻ വേണ്ടി അല്ല ആരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏത് സർക്കാർ ആയിക്കോട്ടെ. ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്യാനുള്ള പൗരന്റെ അവകാശമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.